Hi dear friends, welcome to Kerala MacTech. അപ്പോൾ നമ്മുടെ നിസാൻ മൈക്രയുടെ എഞ്ചിൻ വർക്ക് എവിടം വരെ ആയി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിന് കുറച്ച് ഡിലേ ആയി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ ഹാപ്പി ഈസ്റ്റർ. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ വർക്കിലേക്ക് വരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ ഒരു വീഡിയോ മൈക്ര മാത്രമല്ല, ഡസ്റ്റർ ഉപയോഗിക്കുന്നവർക്ക്, നിസാൻ ടെറാനോ ഉപയോഗിക്കുന്നവർക്ക്, നിസാൻ സണ്ണി ഉപയോഗിക്കുന്നവർക്ക്, റെനോ സ്കാള, റെനോ പൾസ്, അതേപോലെ നിസാൻ ഇവാലിയ പോലുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഉപകരിക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം എഞ്ചിൻ ഓവറോൾ എന്തൊക്കെ, കോസ്റ്റ് എത്രത്തോളം വരും, ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ. കാരണം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സീനാണ്. നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ഇഞ്ചൻ പണിതാൽ ചിലപ്പോൾ സക്സസ് ആകത്തില്ല, വീണ്ടും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഹെഡ് അയച്ച് നോക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹെഡ് അയക്കാനുള്ള പുറപ്പെടലാണ്. അതിപ്പോൾ നമ്മൾ അതിൻ്റെ ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളെല്ലാം ഇതുപോലെ കെയർഫുള്ളി ഊരി നമ്മൾ സെപ്പറേറ്റ് വെക്കണം. അതുപോലെ നമ്മളിത് അപ്പോൾ തന്നെ സർവീസിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ വാൽ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുക്കുന്നു. ടൈമിംഗ് സൈഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ ഉരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡാണ് ഉരിയെടുക്കേണ്ടത്. അപ്പം ഹെഡ് ഉരിയെടുക്കുന്നതിനേക്കാളും മുന്നേ ഇതിൻ്റെ ടർബോ എന്ന് കാണിച്ചു തരാം. ടർബോയിലാണെങ്കിൽ കംപ്ലീറ്റ്ലി നല്ലോണം തന്നെ ഓയിൽ അടിച്ചിട്ടുണ്ട്. EGR വളരെ മോശം കണ്ടീഷനാണ്. വണ്ടി എടുത്തിട്ടായിരിക്കും ഇതുവരെ ആരും അഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഹെഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഹെഡ് നമുക്ക് തേർഡും ഫോർത്തും സിലിണ്ടറിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാം. സംഭവം ഇവിടെ ഒരു കട്ടിങ് വേണ്ടിയിട്ടുണ്ട്. ഇറ്റ് മീൻസ് അത് ഗ്യാസ്കറ്റ് പോയിട്ട് വണ്ടി ഓടിയതിൻ്റെ ലക്ഷണമാണ്. ഗ്യാസ്കറ്റ് പോയതിന് ശേഷം വണ്ടി അത്യാവശ്യം നല്ലോണം തന്നെ ലോങ് ഡ്യൂറേഷൻ വരെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഹെഡിൻ്റെ ടോപ്പ് പോർഷനിലെല്ലാം നല്ല രീതിയിൽ ഹോളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് മീൻസ് അത് അങ്ങനെ ഓടിയതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ ഹെഡ് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ മാറേണ്ടി വരെ വന്നേക്കാം. എനിവേ നമുക്ക് നോക്കാം. അതുപോലെ കൂളൻ്റ് ഇല്ലാതെ നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഓടുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല തുരുമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വാൽവിന് ഗൈഡ് പ്രശ്നങ്ങളുണ്ട്. ഗൈഡിൽ സീറ്റ് ഒക്കെയാണ്, പക്ഷേ വാൽവിന് പ്ലേ ഉണ്ട്. അപ്പം ഗൈഡും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് ഇതിൻ്റെ വാൽവിൻ്റെ സ്റ്റെംസീലും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ ഈ വാട്ടർ പാസേജ് വരുന്ന ഹോളുകളെല്ലാം ഇതായി കാണുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ഒരു പക്ഷേ റിപ്പയറബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ മാറേണ്ടി തന്നെ വന്നേക്കും. എനിവേ നമുക്ക് ഹെഡ് നമ്മുടെ ലെയ്ത്ത് വർക്കിന് കൊടുക്കുമ്പോൾ അറിയാം. റിപ്പയറബിൾ ആണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലാത്ത പക്ഷം സംഭവം മാറേണ്ടതിനായിട്ട് വരും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തേർഡ് ആൻഡ് ഫോർത്ത് സിലിണ്ടറിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള ഈ ഒരു പോർഷൻ സംഭവം കട്ടിങ് വേണ്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഗ്യാസ്കറ്റ് പോയിട്ട് ഓടിയതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തായാലും ബ്ലോക്കിലും ഇതേപോലെ തന്നെ സിറ്റുവേഷൻ ഉണ്ടാവും. ബ്ലോക്ക് നമുക്ക് കാര്യമായിട്ട് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മുടെ ബ്ലോക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനേക്കാളും മുന്നേ ബ്ലോക്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്യാസ്കറ്റ് ഇവിടെ തന്നെയാണ് ഇരിപ്പുണ്ട്. ഗ്യാസ്കറ്റ് ഇത് റെനോട്ടിൻ്റെ കറക്റ്റ് മാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിലിണ്ടർ വാളിൻ്റെ അവസ്ഥ മോശമാണ്. കട്ടിങ്ങൊക്കെ ന്യായമായ രീതിയിൽ തന്നെ വീണിട്ടുണ്ട്. അത് ലൈനിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ലൈനിങ് ഉണ്ട്. അതുപോലെ ഗ്യാസ്കറ്റ് ഇത് ഈ പോർഷനായിട്ട് നമുക്ക് കാണാം ഗ്യാസ്കറ്റ് കട്ടായിട്ടുണ്ട്. കുറച്ചധികം കാലം ഓടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഗ്യാസ്കറ്റ് നമുക്ക് എടുത്ത് പുറത്തേക്ക് അടിച്ചിട്ട് അതിൻ്റെ ബ്ലോക്ക് ആ പോർഷനിൽ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. മിക്കയിടങ്ങളിലും ഗ്യാസ്കറ്റ് പ്രശ്നമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സിലിണ്ടേഴ്സ് തമ്മിൽ മിക്സ് ആയിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ഗ്യാസ്കറ്റ് ഓൾറെഡി എടുത്തു. നമുക്ക് പിസ്റ്റൻ്റെ പ്ലേ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഓടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർമിറ്റഡ് ലെവലിനെക്കാട്ടിലും അധികം പ്ലേ ഇതിനകത്തുണ്ടാവും. പിസ്റ്റൺ ന്യായമായ പ്ലേ ഉണ്ട്. ഓൾറെഡി ഇത് സോക്ക് ടെസ്റ്റ് ഫെയിൽഡാണ്. കാരണം നമ്മൾ പെട്രോൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് പോലും സിലിണ്ടറിൽ സംഭവം നിൽക്കുന്നില്ല, ഇറങ്ങിപ്പോവുകയാണ്. അപ്പം ഡീസൽ എഞ്ചിനെ സംബന്ധിച്ച് അത് ഡ്രോബാക്കാണ്. കാരണം നല്ല കംപ്രഷനുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് മിക്കവാറും ബ്ലോക്ക് പണിയേണ്ടതായിട്ട് തന്നെ വരും, അല്ലാതെ നമുക്ക് രക്ഷയില്ല. അപ്പം ബ്ലോക്ക് നമുക്ക് ഈ അവസ്ഥയിൽ നടക്കില്ല. ബ്ലോക്ക് നമുക്ക് ഊരിയെടുത്ത് ബ്ലോക്കും ഹെഡും രണ്ടും നമുക്ക് ലേത്തിൽ കൊടുക്കേണ്ടി വരും. എല്ലാ സിലിണ്ടറിലും എല്ലാ പിസ്റ്റണിലും നമുക്ക് ചെക്ക് ചെയ്ത് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ട് വരും. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥയിൽ ഓടിയാൽ ഇതിൻ്റെ കണക്ടറിൻ്റെ അവിടെ എളുപ്പം പോകുന്ന ഒരു വണ്ടിയാണിത്. കണക്ടറിൻ്റെ അവിടെയും ക്രാങ്കും പെട്ടെന്ന് തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബ്ലോക്ക് ഊരിയെടുത്തു. അപ്പോൾ നമുക്ക് കണക്ടറിൻ്റെ ആടിൻ്റെ അവസ്ഥ നോക്കാം. പ്ലേയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നമുക്ക് സാധാരണ ഉള്ളതിനേക്കാളും പ്ലേ കൂടുതൽ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള ബിയറിങ് മാറി പ്ലേ ഒക്കെ സെറ്റ് ചെയ്ത് ക്രാങ്കിൻ്റെയൊക്കെ പ്ലേ സെറ്റ് ചെയ്യിച്ചിട്ട് വീണ്ടും നമുക്ക് മേടിക്കേണ്ടി വരും. അതേപോലെ ഓയിൽ പമ്പും കാര്യങ്ങളെല്ലാം, കാരണം വണ്ടി ഓവർഹീറ്റ് ആയിട്ടുണ്ട്. ഓയിൽ പമ്പ് നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചൻ പണിത് കഴിയുമ്പോൾ അടുത്ത പണി നമുക്ക് അവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ ഓയിൽ പമ്പ്. അപ്പോൾ ഓയിൽ പമ്പ് നമ്മൾ സർവീസ് ചെയ്യിപ്പിച്ചെടുത്ത് സ്ട്രെയിനറൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ഈ കാണുന്ന നോസിൽ, ഇത് നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്യുന്ന നോസിലുകളാണ്, ഇങ്ങനത്തെ 4 ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്ത്
സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും ലെയ്ത്ത് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് റീഅസംബിൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബ്ലോക്കിൽ കാണുന്ന പോലെ ലെയ്ത്ത് വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡിൻ്റെയൊക്കെ പ്ലേ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ പ്രോപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബിയറിംഗ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓയിൽ പമ്പിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓയിൽ പമ്പ് പ്രോപ്പറായിട്ട് അയച്ചെടുത്ത്, ഈ കാണുന്നതാണ് ഓയിൽ പമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് അയച്ചെടുത്ത് സർവീസ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഓയിൽ സീലുകൾ, ഈ കാണുന്ന പോലെ ഓയിൽ സീലുകളൊക്കെ ആവശ്യത്തിനുള്ള സീലുകളെല്ലാം പ്രോപ്പറായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സിലിണ്ടർ ലൈനറൊക്കെ ലെയ്ത്ത് വർക്കിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മുന്നേ നിങ്ങൾ കണ്ട സിലിണ്ടർ ലൈനർ പോലെ അല്ല ഇത്, കണ്ടോ. പിസ്റ്റനൊക്കെ പ്രോപ്പർലി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗോഡ്സിൻ്റെ റിങ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഹെഡ് നമുക്ക് ഇതേപോലെ തന്നെ റീകണ്ടീഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറാൻ പോകുന്ന സംഭവമാണ് ഇതിൻ്റെ ജെന്യുയിൻ ഗ്യാസ്കറ്റ്. നല്ല വില വരുന്ന പാർട്സാണ് കേട്ടോ റെനോൾട്സിൻ്റെ എല്ലാം. അപ്പോൾ റെനോൾഡ് ജെന്യുയിൻ ഗ്യാസ്കറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓയിൽ പാൻ്റെ പാക്കിങ് നമ്മൾ കോബോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് യൂസ് ചെയ്യുന്നത്. അത് ന്യായമായ നല്ലൊരു ബ്രാൻഡാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ വാൽക്കവർ പാക്കിങ്, റബ്ബർ പാക്കിങ്ങാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഴയത് ഇനി ഉപയോഗിച്ച് വെറുതെ ലീക്ക് ചോദിച്ച് മേടിക്കേണ്ട, വാൽക്കവർ പാക്കിങ് നമ്മൾ മാറും. പിന്നെ വളരെ മോശം കണ്ടീഷനിലായിരുന്നു ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് അസംബ്ലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. റെനോൾഡ് വണ്ടികൾക്ക് നമ്മൾ ലോക്കൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം സക്സസ് ആവത്തില്ല. ജെന്യുയിൻ സാധനം തന്നെ ഇടണം. അപ്പോൾ ഈ ഒരു K9K സീരീസ് വെച്ച് വരുന്ന എഞ്ചിൻ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, നല്ല ക്വാളിറ്റിയുള്ള തെർമോസ്റ്റാറ്റ് ഇട്ടില്ലെങ്കിൽ പോക്കും. അപ്പോൾ ഇത് പഴയത് നമുക്ക് കാണാൻ ദ്രവിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്, ഓവർ ഹീറ്റൊക്കെ ആയി തുരുമ്പുകളെല്ലാം വെച്ച് ഓടി നാശമായിരിക്കുന്നതാണ്. അതേപോലെ പമ്പിൻ്റെ അവസ്ഥ, വാട്ടർ പമ്പിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ കാണുന്നത്, മൊത്തം ദ്രവിച്ച് നാശമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ റീയൂസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പണിയുന്നതിൻ്റെ സംഭവം നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അടുത്ത പണി നമുക്ക് വേറെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിപ്ലേസ് ചെയ്യാൻ തന്നെ. റെനോൾട്ടിന് ജെന്യുയിൻ വാട്ടർ പമ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഡ്യൂറബിളാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ചിലപ്പം TVSൻ്റെ ഒക്കെ കിട്ടും, പക്ഷെ എന്നാലും ഒറിജിനൽ എന്തായാലും ഒറിജിനൽ തന്നെ. അപ്പോൾ നമ്മൾ പരമാവധി പാർട്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ജെന്യുയിൻ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം പോക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറെ മാറേണ്ടി തന്നെ വരും. പിന്നെ അടുത്തായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സ്. അതായത് നമ്മുടെ എയർ ഫിൽറ്റർ പഴയത് ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര ചോക്കായിട്ടുള്ള എയർ ഫിൽറ്റർ. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ബ്രാൻഡ്, ബോഷോ, പ്യൂർലേറ്റർ, ഇതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് മാറേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹെഡ് വെച്ച് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെഡ് നമ്മളിതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ഫിക്സ് ചെയ്ത് ടോർക്ക് ചെയ്യാറുണ്ട്. ടോർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു വണ്ടിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫൈഡ് വാല്യൂയിൽ ടോർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിൻ്റാണ്. കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ടൈപ്പ് ഒരു എഞ്ചിൻ്റെ ഫുൾ റീബിൽഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹെഡ് പ്രോപ്പറായിട്ട് ഇവിടെ ടോർക്കും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള അസംബ്ലിയിലേക്ക് വരുന്നതിനേക്കാളും മുന്നേ ഈ കാണുന്ന വാട്ടർ പാസേജ് നമുക്ക് കാണാം. വാട്ടർ പമ്പിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന്, അതായത് എഞ്ചിൻ്റെ ബ്ലോക്കിൽ സെറ്റായി വരുന്ന ഒരു വാട്ടർ പാസേജിൻ്റെ ട്യൂബാണ്. ഇത് ബേസിക്കലി ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇത് നമ്മൾ നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കിട്ടും. എഞ്ചിൻ പണിയൊക്കെ ചെയ്യാൻ നേരത്ത്, പ്രത്യേകിച്ച് ഓവർ ഹീറ്റൊക്കെ ആയി വന്ന വണ്ടിയാണെങ്കിൽ ഇതൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ടേഴ്സ് എല്ലാം നമ്മൾ സർവീസ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള അസംബ്ലി, എഞ്ചിൻ്റെ ഏതാണ്ട് ബാക്കിയുള്ള അസംബ്ലി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കേസ്, ഇതിൻ്റെ മാനിഫോൾഡും നമ്മുടെ ഇതിൻ്റെ EGRും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് സംഭവം കറക്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതിൻ്റെ ടർബോ, പുതിയ ടർബോ അല്ല കേട്ടോ, പഴയ ടർബോ തന്നെയാണ്, നമ്മൾ സർവീസ് ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നതാണ്. അപ്പം അത് കറക്റ്റ് സർവീസ് ചെയ്ത് വേസ്റ്റ് ഗേറ്റൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈമിങ് ഫുൾ കിറ്റ്, പുതിയ കിറ്റാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെയുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ വണ്ടികളുടെയൊക്കെ ഡീസൽ ഫിൽറ്റർ ഒരു ഗുദാമിലായിരിക്കുന്നത്. അപ്പോൾ എളുപ്പം ആരും മാറുകയില്ല. ഇഞ്ചൻ കയറ്റുന്നതിനേക്കാളും മുന്നേ നമുക്ക് മാറാൻ എളുപ്പമുണ്ട്. സോ നമ്മളിതിൻ്റെ ഡീസൽ ഫിൽറ്റർ മാറുന്നുണ്ട്. പഴയത് മാറിയിട്ട് വർഷങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, വളരെ മോശം കണ്ടീഷനാണ്. എന്തായാലും പുതിയ ഫിൽറ്റർ നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ വണ്ടിയിലേക്ക് ഇഞ്ചൻ എടുത്ത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെയുള്ള സംഭവമാണ് നല്ല ക്വാളിറ്റിയുള്ള ഓയിൽ ഫിൽറ്റർ മാറുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നോർമലി തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്.
ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡീസൽ എൻജിൻസ് റീബിൽഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത പാടെ റേസ് ചെയ്യരുത്. വണ്ടി ഐഡ്ലിങ്ങിൽ തന്നെ ഒരുപാട് മണിക്കൂറോളം 3-4 മണിക്കൂറോളം വണ്ടി നമ്മൾ ഐഡ്ലിങ് ഇടണം. കൂളിംഗ് ഫാനൊക്കെ വർക്കാകുന്നത് ശ്രദ്ധിക്കണം. പ്രോപ്പർ കൂളൻ്റ് ആണോ എല്ലാം കണ്ടീഷൻ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് വണ്ടി ഗ്രാജുവലി ഓരോ സ്പീഡിലേക്ക് വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് ഈ വണ്ടീനെ സംബന്ധിച്ച് ഈ K9K സീരീസ് എഞ്ചിൻ വരുന്ന വണ്ടികളെല്ലാം സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് വ്യത്യാസം കാണുന്ന വേറൊന്നുമല്ല, ഇത് ഒരുപാട് മണിക്കൂറുകൾ 3-4 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിലിട്ട് അതിനുശേഷം നമ്മളൊരു ട്രയലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു മാറ്റമാണിത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ 1000 കിലോമീറ്റർ വരെ എങ്ങനെ ഈ വണ്ടി ഓടിക്കണം, അതേപോലെ ആദ്യത്തെ സർവീസ് 5000 കിലോമീറ്ററുള്ള സർവീസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം സ്വിഫ്റ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻസൊക്കെ നമ്മൾ എഞ്ചിൻ ഓവർഹോൾ ചെയ്തതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.